ആ കൂളിംഗ് ഗ്ലാസ് ഒന്നെടുത്ത് മാറ്റാമോ? ഒരുമാതിരി അന്ധന്മാരെ പോലെ. മിനിക്കുട്ടി ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ആ ഹാരം മിനിക്കുട്ടിയുടെ നേരെയാണ് എറിഞ്ഞത്. പിന്നെ ഇങ്ങനെ ആ പെണ്ണിന്റെ കഴുത്തിൽ പോയി വീണത്? അത് കാറ്റ് ആ തൂക്കിലായിരുന്നു. അതൊക്കെ പോട്ടെ, മീറ്റ് ദ കാൻഡിഡേറ്റ്സിൽ എന്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു? മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. ആ കാളവണ്ടിയിലുള്ള വരവുണ്ടല്ലോ, ഭയങ്കര തൊലിക്കെട്ട് തന്നെ. എന്നാലും ചിലർക്ക് നന്നായിരുന്നെന്നുള്ള അഭിപ്രായം ഉണ്ട്. ഉണ്ടുണ്ട്. അപ്പൊ ആ ഉത്കണ്ഠം പിള്ളയൊക്കെ കാണിക്കുന്ന ചീപ്നെസ് മിനിക്കുട്ടി ഒന്ന് കാണണം. രാഷ്ട്രീയമാകുമ്പോ ഇതിനപ്പുറവും ചെയ്യണം, എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതെ അതെ, രാഷ്ട്രീയമാകുമ്പോഴല്ലേ ഇഷ്ടംപോലെ കാശ് പിരിക്കാൻ പറ്റത്തുള്ളൂ, ചെലവാക്കാൻ പറ്റത്തുള്ളൂ. ഏയ്, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഈ നാടിനും നാട്ടുകാർക്കും പാവപ്പെട്ടവന്റെ ഉന്നമനത്തിനും വേണ്ടി. മതി മതി, വിച്ചുവേട്ടൻ ഈ ഇലക്ഷൻ ജയിക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ജയിക്കും, പക്ഷെ നേരിയ ഭൂരിപക്ഷമായിരിക്കും. അതിപ്പോഴേ പറഞ്ഞേക്കാം. വിച്ചുവേട്ടാ, ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാന്നൊന്നും വിചാരിക്കണ്ട. വോട്ട് കിട്ടണമെങ്കിലേ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളും ചെയ്യണം. കറക്റ്റ്. എനിക്കൊരു ഐഡിയ. ഈ നാട്ടിൽ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കിലോ അരി വീതം സംഭാവന ചെയ്താലോ? എങ്ങനെ? ബെസ്റ്റ് ഐഡിയ. ഒരു 2 കിലോ പാമായിലൂടെ കൊടുക്കാം. ഉഗ്രൻ. കുടുംബം കുളം തോണ്ടുന്ന പരിപാടിയല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ലേ? നമ്മുടെ ഈ നാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നു. ആളുകൾക്ക് പ്രയോജനമുള്ള ഒരു നല്ല കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ കുമ്മാട്ടിക്കടവിൽ അതിനു വേണ്ടിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടേ? സർക്കാരിന് സഹായം കിട്ടുന്ന ചില പരിപാടികളുണ്ടല്ലോ, സാമൂഹ്യ സേവനം, വഴിവെട്ട്. ആ വഴിക്കൊന്ന് ആലോചിച്ചാലോ? അതുകൊള്ള വഴിവെട്ടാണല്ലോ. വെറുതെ സേവിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ വഴിവെട്ടി സേവിക്കുന്നതിനേക്കാൾ നല്ലത്. ഒരു കാളില്ല വഴിവെട്ട്. ഈ വനമഹോത്സവമായാലും എന്താ? ഈ തണൽ മരം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ നട്ടുവയ്ക്കാം. നല്ല ബെസ്റ്റ് ഐഡിയ. നമ്മൾ ചെടി നട്ട് പോരുന്നതിന് മുമ്പ് അത് മുഴുവൻ കന്നുകാലികൾ തിന്നും. അല്ലാതെ വെറുതെ മണ്ടത്തരം പറയാതെ. എന്നിട്ട് ആ കുഴിയിൽ ആരെങ്കിലും വീണ് കയ്യോ കാലോ ഒടിഞ്ഞ അവന്റെ വോട്ട് കൂടി പോകും. ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയോ. നമ്മുടെ പ്രകടന പത്രികയിലെ 1ാമത്തെ ഐറ്റം, കൈക്കൂലിയുടെയും അഴിമതിയുടെയും നീരാളിപ്പിടുത്തത്തിൽ നിന്നും കുമ്മാട്ടിക്കടവുകാരെ മോചിപ്പിക്കാൻ ആദർശധീരരായ ഒരു പറ്റം ചെറുപ്പക്കാർ ഇതാ മുന്നോട്ട്. നേരത്തെ പറയണ്ടേ? പേടിച്ചു പോയല്ലോ. പിന്നെ ഞാൻ കുഴിച്ച വെച്ചോലല്ലേ പറഞ്ഞ്.